ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുവരെ യൂട്യൂബിൽ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ ഫുൾ ചിക്കൻ ഗ്രില്ലിൻ്റെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണും കേട്ടോ. അപ്പം വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മുമ്പോട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാനുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള മസാലക്കൂട്ട് എൻ്റെ ആളുടെ ഭാര്യയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ചിക്കനാണ് കേട്ടോ. ഫുൾ ചിക്കൻ 4 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള മസാലയാണ് ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ അതിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആണ് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്തിട്ടുള്ളത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്കും പിന്നെ കുറച്ച് വിനേഗറാണ്. വിനേഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വിനേഗറാണ്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ടോ. എന്നിട്ടിത് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കൂട്ടും കൂടി റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് മിക്സി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പിന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൽ ചിക്കൻ ഇട്ട് നല്ല പോലെ ചിക്കന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ചിക്കൻ ഫുള്ളായിട്ട് എല്ലായിടത്തും ചിക്കൻ്റെ ഉള്ളിലും പുറവും എല്ലാം ഫുള്ളായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഫോയിൽ വിരിച്ച് അതിലേക്ക് നല്ല പോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഫോയിലിൻ്റെ നടുക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഫോയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. 1-2 ഫോയിൽ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഫോയിൽ ചുറ്റി നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മസാലയൊക്കെ ചിക്കനിൽ നല്ല പിടിക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഗ്രില്ലാക്കാൻ വേണ്ടിയില്ല, ഇത് കനലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതാ പെട്ടി ചിക്കൻ എന്ന് പറഞ്ഞിരുന്നല്ലോ തമ്പനയിൽ. അപ്പോൾ പെട്ടിയിലാണ് പണ്ടത്തെ ഇരുമ്പിൻ്റെ പെട്ടിയൊക്കെ ഇല്ലേ, ഇപ്പം പണ്ടത്തെ മാമാമാരൊക്കെ കയ്യിലുണ്ടാകും ഇങ്ങനത്തെ പെട്ടി. അപ്പം ആ പെട്ടിയിലാണ് ഞങ്ങൾ ഇന്ന് ചിക്കൻ റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പം അതിൽ ഞങ്ങൾ ഫസ്റ്റ് ഇതാ മണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചേരിയും ചിരട്ടയും പിന്നെ കുറച്ച് വിറകൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് തീ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കനലായി വരണം. അതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ വെച്ച് കൊടുക്കുന്നുള്ളത്.
അപ്പോൾ ഇത് വിറക് നല്ലപോലെ കത്തി കനലായി വരുന്നുണ്ട്. ഇപ്പം കനലായി വന്ന ശേഷം ചിക്കൻ വെച്ച് ഇതാ പെട്ടി നല്ലപോലെ അടച്ച് അതിന് മേലെ ചേരി ഇട്ട് അതും കൂടി ഒന്ന് കത്തിച്ച് മേലെ ഒന്നും കനലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, സോറി. അപ്പോൾ ഇതാ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് ശേഷം ഇതാ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ എൻ്റെ ബ്രദർ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ നേരത്തെ മേലെ ഇട്ട കനലുണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ നേരെ മേലെയിട്ട് ഇട്ട് പെട്ടി അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് നോക്കാം. ഏത് അവസ്ഥയിലായി എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ, ഒരു ഊഹം വെച്ച് ടൈമിങ് വെച്ച് എടുത്തതാണ്. അപ്പം ചിക്കൻ എങ്ങനെ ആയി ഒന്നും അറിയില്ല. ഒന്ന് എടുത്ത് നമുക്കിനി നോക്കാം ചിക്കൻ ഏത് രീതിയിലായിട്ടുണ്ടെന്ന്. നമ്മളെ പെട്ടി ചിക്കൻ ഇവിടെ റെഡിയായി പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞങ്ങളിതൊന്ന് ഓപ്പണാക്കി നോക്കുകയാണ്. അയ്യവ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും അടിപൊളിയായിട്ട് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാലൊക്കെ ഇതാ വലിക്കുമ്പോൾ തന്നെ ഊരി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, എന്താ പറയേണ്ടത്, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.